ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC അതുപോലെ LGS പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 30 SCERT ക്വസ്റ്റ്യൻസ് ആണ്. അത് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഇതിന്റെ PDF അവൈലബിൾ ആണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 14 എണ്ണമാണ്. 14. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ഇത് ഏത് വർഷമാണ് നടന്നത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലത്ത് വെച്ചാണ് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത്. ഇത് ഏത് വർഷമാണ്? 1921. തിരുക്കൊച്ചി എന്ന പുതിയ രാജ്യം രൂപം കൊണ്ടത് എന്നാണ്? തിരുക്കൊച്ചി എന്ന പുതിയ രാജ്യം രൂപം കൊണ്ടത് 1949 ജൂലൈ 1-നാണ്. 49 ജൂലൈ 1-ന്. മലയാളി മെമ്മോറിയൽ എന്ന നിവേദനത്തിൽ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാണ്? മലയാളി മെമ്മോറിയൽ എന്ന നിവേദനത്തിൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028 ആണ്. 10,028. മലബാറിലെ തൊഴിലാളികളും കർഷകരും അടിച്ചമർത്തൽ വിരുദ്ധ ദിനമായി സംഘടിപ്പിച്ചത് എന്നാണ്? മലബാറിലെ തൊഴിലാളികളും കർഷകരും അടിച്ചമർത്തൽ വിരുദ്ധ ദിനമായി സംഘടിപ്പിച്ചത് 1940 സെപ്റ്റംബർ 15-നാണ്. 1940 സെപ്റ്റംബർ 15-ന്. മൊറാഴ സമരം നടന്ന ജില്ല ഏത്? മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂരാണ്. അടുത്ത ചോദ്യം പറയുന്നതിന് മുന്നേ SCERT കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് LGSകാർക്കും LDCക്കാർക്കും വേണ്ടിയിട്ട് SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറഞ്ഞ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പോർഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള PSC ബേസിക്സിന്റെ ആപ്പ് ലിങ്ക് യൂസ് ചെയ്തിട്ട് PSC ബേസിക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതുവഴി നമ്മുടെ LGSന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ SCERT ചാപ്റ്റർ സിലബസ് അനുസരിച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്, PDF നോട്ട്, പിന്നെ മോക്ക് ടെസ്റ്റുകൾ പലരും സംശയം ചോദിച്ചു. ഓരോ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാത്സും ഉണ്ട്. മാത്സ് ഒരു 32 ക്ലാസ്സിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? SCERT നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. LGSനാണെങ്കിൽ. LDCക്കാണെങ്കിൽ NCERT കൂടി പഠിക്കുന്നത് കൊണ്ട് എന്ത് വേണം? ഒരു 75 ദിവസം കൊണ്ട് ഇംഗ്ലീഷും മലയാളവും മാത്സും ഉൾപ്പെടെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. PSC ബേസിക്സ് ആണ് ആപ്പ് ലിങ്ക് താഴെ കമന്റിൽ ഉണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. പൂക്കോട്ടൂർ യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധക്കപ്പലിന്റെ പേര് ഏതാണ്? അതായത് പൂക്കോട്ടൂർ യുദ്ധം നിങ്ങൾക്കറിയാം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ സമയത്ത് ഒരു കപ്പലിലാണ് സൈനികരെത്തിയത്. ഈ സൈനികരുടെ യുദ്ധക്കപ്പലിന്റെ പേരാണ് കോമസ്. ഇത് SCERTയിലുള്ളതാണ്, +2 ബുക്കിലുള്ളതാണ്. പൂക്കോട്ടൂർ യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധക്കപ്പലിന്റെ പേര് കോമസ് എന്നാണ്. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ AK ഗോപാലന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടത്തിയ വർഷം ഏതാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ AK ഗോപാലന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടത്തിയ വർഷം 1936 ആണ്. വാഗൺ ദുരന്തം നടന്ന വർഷം? വാഗൺ ദുരന്തം 1921-ലാണ്. തൃശൂരിൽ വൈദ്യുത പ്രക്ഷോഭം നടത്തിയ വർഷം ഏത്? തൃശൂരില് വൈദ്യുത പ്രക്ഷോഭം നടത്തിയത് 1936-ലാണ്. ഷൺമുഖദാസും ചെട്ടിയാർ ഒരു വൈദ്യുത നിയമം കൊണ്ടുവന്നു. അപ്പൊ അതിനെതിരെ വൈദ്യുത പ്രക്ഷോഭം നടത്തിയത് 1936-ലാണ്.
കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ അധ്യക്ഷതയിലാണ്. അടുത്ത ചോദ്യം, 1897 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1897 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ. ആധുനിക കാലത്തെ അത്ഭുതം അല്ലെങ്കിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. 1931 നവംബർ 1-ന്. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭം ഏതാണ്? അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 1924-25 വർഷങ്ങളിലായിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ആദി ഭാഷ ആരുടെ പ്രസിദ്ധീകരണമാണ്? ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് ആദി ഭാഷ. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണിയാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട രാമനമ്പിയെ വധിച്ചത് എന്ന്? 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യന്മാരും കുറുമ്പന്മാർക്കുമാണ് എന്ത് ചെയ്തത്? ഈ കലാപത്തിൽ പങ്കെടുത്തത്. ഇതിൽ രാമനമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ചത് 1812 മെയ് 1-നാണ്. രാമനമ്പിയായിരുന്നു കുറിച്യ കലാപത്തിന്റെ നേതാവ്. മലബാർ മാനുവൽ രചിച്ചതാര്? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗനാണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാർ അച്ചടി സ്ഥാപിച്ച വർഷം ഏത്? കേരളത്തിൽ പോർച്ചുഗീസുകാര് അച്ചടി സ്ഥാപിച്ചത് 1577-ലാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാർ അച്ചടി സ്ഥാപിച്ചത് 1577-ലാണ്. 1818 മട്ടാഞ്ചേരിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? 1818 മട്ടാഞ്ചേരിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ഡാവ്സൺ ആണ്. ആരാണ്? ഡാവ്സൺ. മലബാറിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരത്തിന് നേതൃത്വം ഏറ്റെടുത്തത് ആര്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. BEM ആണ് മലബാറില് വിദ്യാഭ്യാസത്തിന്റെ പ്രചാരത്തിന് നേതൃത്വം ഏറ്റെടുത്തത്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏതാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 ഏപ്രിൽ 15-ന്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് ആര്? മാർത്താണ്ഡവർമ്മ. വളരെ പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ പലതും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും SCRT NCRT പോർഷൻസ് കവർ ചെയ്തിരിക്കണം. LGSനാണെങ്കിൽ SCRT പഠിച്ചാൽ മതി. കൂടെ +2-ലെ ചില ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മോക്ക് ടെസ്റ്റുകളും PDF നോട്ടുകളും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.